2, 4, 8, 10, 20 ഡാഷ്. അപ്പോൾ ഈ നമ്പർ സീക്വൻസിൽ അടുത്ത സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത സംഖ്യ കാണാനായിട്ട് ഈ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് നോക്കാം. നോക്കുക, ഇവിടെ 10ൻ്റെ ഇരട്ടിയാണ് 20. അതുപോലെ 8നോട് 2 കൂട്ടിയാൽ 10 കിട്ടും. അപ്പോൾ 2 കൊണ്ട് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്, ഗുണിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ രീതിയിലൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നോക്കുക, 2നോട് 2 കൂട്ടിയാൽ 4 കിട്ടും. 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ 8 ആയി. 8നോട് 2 കൂട്ടിയാൽ 10, 10നെ 2 കൊണ്ട് ഗുണിച്ചാൽ 20. ആദ്യം 2 കൂട്ടി, അതിനുശേഷം 2 കൊണ്ട് ഗുണിച്ചു, വീണ്ടും 2 കൂട്ടി, വീണ്ടും 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഒന്നിടവിട്ട് 2 കൂട്ടുകയും 2 കൊണ്ട് ഗുണിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത്, ഇവിടെ അവസാനം ഗുണനം വരെയാണ് നിർത്തിയത്. ഇനി അടുത്തത് ചെയ്യേണ്ടത് 2 കൂട്ടുകയാണ്. അപ്പോൾ 20നോട് 2 കൂട്ടിയാൽ അടുത്ത സംഖ്യ കിട്ടും. 20 + 2 22 അടുത്ത് വരേണ്ട സംഖ്യ. ശരി ഉത്തരം ഓപ്ഷൻ ബി. റാണി 180 രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങി 198 രൂപയ്ക്ക് വിറ്റു. ലാഭശതമാനം എത്ര? അപ്പോൾ ഇവിടെ ലാഭശതമാനമാണ് കാണേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ലാഭം എത്ര രൂപയെന്ന് കാണണം. ലാഭം കണ്ടുപിടിക്കാനായിട്ട് വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറയ്ക്കുക. ഇവിടെ വിറ്റ വില 198 അതിൽ നിന്നും വാങ്ങിയ വില 180 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 18 എന്ന് കിട്ടും. 18 രൂപയാണ് ലാഭം. ഈ ലാഭ ശതമാനം കാണുന്നതിനായിട്ട് ഈ ലാഭം വാങ്ങിയ വിലയുടെ എത്ര ശതമാനമാണെന്ന് കാണണം. അതായത് ലാഭം 18, വാങ്ങിയ വില 180. അപ്പോൾ 180ൻ്റെ എത്ര ശതമാനമാണ് 18 കാണുക. അതിനായിട്ട് 180ൽ 18 × 100 കണ്ടാൽ മതി. സിംപ്ലിഫൈ ചെയ്യുക, ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യുക. 18നെ 18 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടും. 1 × 10 10. അപ്പോൾ 10% ലാഭം. ശരി ഉത്തരം ഓപ്ഷൻ എ. -1/121 ഗുണം √576 ഡാഷ്. അപ്പോൾ -1/121 ഗുണം √576 വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് √576 വാല്യൂ നമുക്കറിയാം. ഓർക്കുക, 24ൻ്റെ സ്ക്വയറാണ് 576. അതുകൊണ്ട് 576ൻ്റെ സ്ക്വയർ റൂട്ട് 24. ഈ -1/121. ഓർക്കുക, -1ൻ്റെ പവർ ഒരു ഒറ്റസംഖ്യയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ -1 തന്നെയും, പവർ ഇരട്ടസംഖ്യയാണെങ്കിൽ +1 ആയിരിക്കും വാല്യൂ. ഓർക്കുക, -1ൻ്റെ പവർ ഒറ്റസംഖ്യയാണെങ്കിൽ അതിൻ്റെ വാല്യൂ -1 തന്നെയും, പവർ ഇരട്ടസംഖ്യയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ +1 ആയിരിക്കും. ഇവിടെ പവർ 121. 121 ഒറ്റസംഖ്യയാണ്. അതുകൊണ്ട് -1/121 -1 തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ കിട്ടി. ഇനി ഗുണിച്ചാൽ മതി. അപ്പോൾ -1 ഗുണം 24 എന്ന് വരും. അതായത് -24 ആയിരിക്കും ഉത്തരമായി വരിക. ശരി ഉത്തരം ഓപ്ഷൻ സി. A = ഗുണം, B = ന്യൂനം, C = അധികം, D = ഹരണം എങ്കിൽ 12A 8C 16B 36D 6 ഡാഷ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ABCD ഇവ ഓരോന്നും ഓരോ ക്രിയകളെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ആ ക്രിയകളുടെ യഥാർത്ഥ സിമ്പിൾസ് കൊടുത്ത് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ 12 Aയ്ക്ക് പകരം ഗുണം കൊടുക്കണം. 12 × 8. Cക്ക് പകരം അധികമാണ് കൊടുക്കേണ്ടത്. അധികം 16. Bക്ക് പകരം ന്യൂനം കൊടുക്കുക, -36. Dക്ക് പകരം ഹരണത്തിൻ്റെ സിമ്പിൾ ഭാഗം 6. ഇനി ഇതിൻ്റെ വാല്യൂ കാണുന്നതിനായിട്ട് ഇവിടെ കൂട്ടാനുണ്ട്, കുറയ്ക്കാനുണ്ട്, ഗുണിക്കാനുണ്ട്, ഹരിക്കാനുണ്ട്. നമുക്ക് ഈ ഗുണനവും ഹരണവും ആദ്യം അങ്ങ് ചെയ്യാം. 12 × 8 96 പ്ലസ് 16 മൈനസ് 36നെ 6 കൊണ്ട് ഹരിച്ചാൽ 6 തന്നെ. ഇനി ഇത് ഇടത്തുനിന്ന് വലത്തോട്ട് ക്രിയ ചെയ്ത് പോയാൽ മതി. 96നോട് കൂടി 16 കൂട്ടിയാൽ 112 വരും. 112ൽ നിന്ന് 6 കുറച്ചാൽ 106. അപ്പോൾ ഉത്തരം 106 വരും. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒരു കോഡ് ഭാഷയിൽ ചൈൽഡ് എന്ന വാക്കിന് 36 എന്നെഴുതിയാൽ മദർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഇവിടെ ചൈൽഡിൻ്റെ കോഡ് കൊടുത്തിരിക്കുന്നത് നോക്കുക, 36. അതുപോലെ നമുക്ക് മദറിൻ്റെ കോഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ കോഡ് എഴുതാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മാർഗ്ഗം ഇതാണ്. ചൈൽഡിലെ ഓരോ അക്ഷരങ്ങൾക്കും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അവയുടെ ക്രമനമ്പറാണ് കോഡായി കൊടുത്തിരിക്കുന്നത്. ആ അക്ഷരങ്ങളുടെ കോഡുകൾ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 36 കിട്ടും. നോക്കുക, സി 3ാമത്തെ അക്ഷരമാണ്, എച്ച് 8ാമത്തെ അക്ഷരം, 9ാമത്തെ അക്ഷരമാണ് ഐ, എൽ 12ാമത്തെ അക്ഷരം, ഡി 4ാമത്തെ അക്ഷരം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 12 × 20 23, 9 32, 4 36 എല്ലാം കൂടെ കൂട്ടുമ്പോൾ 36 കിട്ടും. അപ്പോൾ അതുപോലെ മദറിൻ്റെ കോഡ് നമുക്ക് എഴുതി നോക്കാം. M
13ാമത്തെ അക്ഷരമാണ്. O 15ാമത്തെ അക്ഷരം, T 20, H 8, E 5, R 18. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 79 എന്ന് കിട്ടും. അപ്പോൾ മദർ എന്ന വാക്കിൻ്റെ കോഡ് 79 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു മാസത്തിലെ 3ാമത്തെ ദിവസം ഞായറാഴ്ചയ്ക്ക് 2 ദിവസം മുൻപായിരുന്നെങ്കിൽ ആ മാസത്തെ 26ാം ദിവസം ഏത് ദിവസമായിരിക്കും? ഇവിടെ മാസത്തിലെ 3ാമത്തെ ദിവസം ഞായറാഴ്ചയ്ക്ക് 2 ദിവസം മുൻപാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ചയ്ക്ക് 1 ദിവസം മുൻപാവുമ്പോൾ ശനിയാവും, 2 ദിവസം മുൻപാവുമ്പോൾ വെള്ളിയാവും. അപ്പോൾ 3ാം തീയതി വെള്ളിയാഴ്ചയാണ്. നമ്മൾ 26ാം തീയതി ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കണം. ഓർക്കുക, 3 വെള്ളിയാണെങ്കിൽ ഇതിനോട് 7, ഈ 3നോട് 7 കൂട്ടിയാൽ കിട്ടുന്ന ദിവസങ്ങളെല്ലാം വെള്ളിയാഴ്ച തന്നെയായിരിക്കും. അപ്പോൾ 3 വെള്ളിയാണെങ്കിൽ 3നോട് 7 കൂട്ടിയാൽ 10 കിട്ടും. അടുത്ത വെള്ളി 10 ആണ്. 10 7 17 വെള്ളിയാണ്. 17 7 24, 24 വെള്ളിയായിരിക്കും. നമുക്ക് 26ാം തീയതി ഏത് ദിവസമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 24 വെള്ളിയാണെങ്കിൽ 25 ശനിയായിരിക്കും, 26 ഞായറുമായിരിക്കും. അപ്പോൾ 26ാം തീയതി ഞായറാഴ്ചയാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. അലീന ഒരിടത്തു നിന്നും തെക്കോട്ട് 35 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം വടക്കോട്ട് 40 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 25 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും തെക്കോട്ട് തിരിഞ്ഞ് 5 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചിടത്തു നിന്നും എത്ര അകലത്തിലാണ് അലീന ഇപ്പോൾ നിൽക്കുന്നത്? ഈ ചോദ്യം ഡയറക്ഷൻസ് ഉൾപ്പെടുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഈ തന്നിരിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് നമുക്ക് റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം. അലീന ഒരിടത്ത് നിന്ന് തെക്കോട്ട് 35 മീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ ആദ്യം അലീനയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. എന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് തെക്കോട്ട് 35 മീറ്റർ. അതിനുശേഷം വടക്കോട്ട് 40 മീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ വടക്കോട്ടെന്ന് വരുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതേ ലൈനിൽ തന്നെ വരും. 40 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 മീറ്റർ. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 25 മീറ്റർ സഞ്ചരിക്കും. അപ്പോൾ ഇവിടുന്ന് കിഴക്കോട്ട് തിരിയും. കിഴക്കോട്ട് 25 മീറ്റർ. വീണ്ടും തെക്കോട്ട് തിരിഞ്ഞ് 5 മീറ്റർ സഞ്ചരിക്കും. അപ്പോൾ ഇവിടുന്ന് തെക്കോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് 5 മീറ്റർ. എന്നാൽ യാത്ര തിരിച്ചെടുത്ത് നിന്നും എത്ര അകലത്തിലാണ് അലീന ഇപ്പോൾ നിൽക്കുന്നത്? അപ്പോൾ ഇപ്പോഴത്തെ പോയിന്റ് നമുക്ക് ബി എന്ന് മാർക്ക് ചെയ്യാം. ഈ എയും ബിയും തമ്മിലുള്ള അകലമാണ് നമുക്ക് വേണ്ടത്. നോക്കുക, ആദ്യം 35 മീറ്റർ തെക്കോട്ട് പോയി. പിന്നെ അവിടുന്ന് 40 മീറ്റർ വടക്കോട്ട് പോയി. അപ്പോൾ 35 മീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ തന്നെ എയിലെത്തും. പിന്നെ ബാക്കി 5 മീറ്ററും കൂടാണ് മുകളിലോട്ട് വടക്കോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്ററാണ്. 5 മീറ്റർ. അപ്പോൾ 5 മീറ്റർ വടക്കോട്ട് പോയി. അതിനുശേഷം 25 മീറ്റർ കിഴക്കോട്ട് പോയി. 5 മീറ്റർ തെക്കോട്ട് വന്നു. അപ്പോൾ 5 മീറ്റർ വടക്കോട്ടും 5 മീറ്റർ തെക്കോട്ടും സഞ്ചരിച്ചല്ലോ. അതുകൊണ്ട് എയുടെ നേരെ കിഴക്ക് വശം തന്നെയായിരിക്കും ബി. ഇവ തമ്മിലുള്ള അകലം കണ്ടുപിടിച്ചാൽ മതി. നോക്കുക, ഇതൊരു ചതുരമാണ്. അപ്പോൾ ഈ 25 മീറ്റർ തന്നെയായിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസും. ഇപ്പോൾ എയും ബിയും തമ്മിലുള്ള അകലം 25 മീറ്ററാണ്. അതായത് അലീന ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 25 മീറ്റർ കിഴക്കായിട്ടാണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരു ക്ലോക്കിലെ സമയം 4:40 മണിയാണ്. ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയമേത്? അപ്പോൾ ഇവിടെ ഒരു ക്ലോക്കിലെ സമയം 4 മണി 40 മിനിറ്റാണ്. അപ്പോൾ കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബത്തിൽ കാണുന്ന സമയം എത്രയെന്ന് കണ്ടുപിടിക്കണം. പ്രതിബിംബത്തിലെ സമയം കിട്ടുന്നതിനായിട്ട് 12 മണിക്കൂറിൽ നിന്നും യഥാർത്ഥ സമയം കുറച്ചാൽ മതി. അപ്പോൾ കുറയ്ക്കുന്നതിനുള്ള സൗകര്യാർത്ഥം നമുക്ക് 12 മണിക്കൂറിനെ 11 മണിക്കൂർ 60 മിനിറ്റ് എന്ന് എഴുതാം. അപ്പോൾ 11:60 നിന്നും 4:40 കുറയ്ക്കുക. 60 നിന്ന് 40 കുറച്ചാൽ 20. 11 നിന്ന് 4 കുറച്ചാൽ 7. അപ്പോൾ 7 മണി 20 മിനിറ്റാണ് പ്രതിബിംബത്തിൽ കാണുന്ന സമയം. ശരി ഉത്തരം ഓപ്ഷൻ സി. 7:348, 8:. അപ്പോൾ 7ഉം 348 തമ്മിലുള്ള ബന്ധം ഉപയോഗിച്ച് വേണം 8ൻ്റെ കൂടെ വരുന്ന സംഖ്യ കണ്ടുപിടിക്കാൻ. അപ്പോൾ 7ഉം 348ന് തൊട്ടടുത്തുള്ള ഒരു സംഖ്യയുമായിട്ട് 7ന് നേരിട്ട് ബന്ധമുണ്ട്. കാരണം 7ൻ്റെ ക്യൂബ് അല്ലെങ്കിൽ 7:3 എന്ന് പറയുന്നത് 343 ആണ്. 7 3 തവണ ആവർത്തിച്ച് ഗുണിച്ചാൽ 343 കിട്ടും.
ഈ 343 5 കൂട്ടിയാൽ 348 കിട്ടും. അതായത് 7 ക്യൂബ് അധികം 5 348. അപ്പോൾ നമുക്കിവിടെ 8നോട് ബന്ധമുള്ള സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് 8ൻ്റെ ക്യൂബിനോട് 5 കൂട്ടിയാൽ മതിയാവും. 8ൻ്റെ ക്യൂബ് പ്ലസ് 5 വരേണ്ടത്. 8ൻ്റെ ക്യൂബ് അല്ലെങ്കിൽ 8 3 തവണ ആവർത്തിച്ച് ഗുണിച്ചാൽ 512 കിട്ടും. അതിനോട് 5 കൂട്ടുക, 512 5 517 വരും. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ബി 517. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിൻ്റെ വർഗം 64 ആയാൽ സംഖ്യയായി വരുവാൻ സാധ്യതയുള്ളത് ഏത്? ഇവിടെ ഒരു സംഖ്യയോട് 3 കൂട്ടിയതിൻ്റെ വർഗം 64 ആണെങ്കിൽ ആ സംഖ്യ ഏതായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയില്ലാത്ത ആ സംഖ്യ എക്സ് എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ എക്സിനോട് 3 കൂട്ടിയാൽ എക്സ് പ്ലസ് 3 കിട്ടും. ഇതിൻ്റെ വർഗം അഥവാ ഇതിൻ്റെ സ്ക്വയർ ആണ് 64. അപ്പോൾ എക്സ് പ്ലസ് 3 ദി ഹോൾ സ്ക്വയർ സമം 64 എന്ന് വരും. എക്സ് പ്ലസ് 3ൻ്റെ സ്ക്വയർ ആണ് 64. അപ്പോൾ എക്സ് പ്ലസ് 3 എത്രയായിരിക്കും? നമുക്ക് 64ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. 64ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് മാത്രം എടുക്കാം. 8ൻ്റെ സ്ക്വയർ ആണല്ലോ 64. അതുകൊണ്ട് 64ൻ്റെ സ്ക്വയർ റൂട്ട് 8 ആണ്. അതായത് എക്സ് പ്ലസ് 3 സമം 8 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എത്ര വരും? എക്സ് കിട്ടാൻ എക്സിനോട് 3 കൂട്ടിയാൽ 8 കിട്ടും. അപ്പോൾ എക്സ് കിട്ടാൻ 8ൽ നിന്ന് 3 കുറയ്ക്കുക, അതായത് 5. അപ്പോൾ സംഖ്യയായി വരുവാൻ സാധ്യതയുള്ളത് 5 ശരിയുത്തരം ഓപ്ഷൻ എ. 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് 220 മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടിയെ കടന്നു പോകുന്നതിന് സഞ്ചരിക്കേണ്ട ദൂരം എത്ര? ഇവിടെ 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് 220 മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടിയെ കടന്നു പോകുന്നതിന് എത്ര ദൂരം സഞ്ചരിക്കണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു തീവണ്ടിക്ക് മറ്റൊരു തീവണ്ടിയെ കടന്നു പോകുന്നതിന് ആ 2 തീവണ്ടികളുടെയും നീളങ്ങളുടെ തുകയ്ക്ക് തുല്യമായ ദൂരം സഞ്ചരിക്കണം. അപ്പോൾ ഇവിടെ 180ഉം 220ഉമാണ് തീവണ്ടിയുടെ നീളങ്ങൾ. അപ്പോൾ 180 പ്ലസ് 220 അത്രയും മീറ്റർ സഞ്ചരിക്കേണ്ടി വരും. 400 എന്ന് കിട്ടും. അപ്പോൾ 400 മീറ്റർ ദൂരം സഞ്ചരിക്കണം. ശരിയുത്തരം ഓപ്ഷൻ ബി. 5 മീറ്റർ നീളവും 4 മീറ്റർ വീതിയും 2 മീറ്റർ ഉയരവുമുള്ള ഒരു ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇവിടെ ഒരു ടാങ്കിൻ്റെ നീളവും വീതിയും ഉയരവും നൽകിയിട്ടുണ്ട്. ആ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ടാങ്കിൻ്റെ വ്യാപ്തം അഥവാ വോളിയം കണ്ടുപിടിക്കാം. ഓർക്കുക, ചതുര പെട്ടിയുടെ ആകൃതിയിലുള്ള ടാങ്കാണ്. അതുകൊണ്ട് വ്യാപ്തം അഥവാ വോളിയം എന്ന് പറയുന്നത് നീളം ഗുണം വീതി ഗുണം ഉയരമാണ്. നമുക്ക് വി സമം എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എൽ ലെന്ത് നീളം 5 മീറ്ററാണ്. അപ്പോൾ 5 ഇൻറ്റു വീതി 4 മീറ്റർ 4 ഇൻറ്റു ഉയരം 2. അപ്പോൾ ഇത് കാണുമ്പോൾ 5 ഗുണം 4 20, 22 40. അപ്പോൾ 40 മീറ്റർ ക്യൂബ് ആണ് ഈ ടാങ്കിൻ്റെ വ്യാപ്തം. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കുക. എല്ലാം ലിറ്ററിലാണ്, അല്ലെങ്കിൽ ചോദ്യം നമ്മളോട് എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ മീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കി മാറ്റണം. ഓർക്കുക, 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ്. 1 മീറ്റർ ക്യൂബ് 1000 ലിറ്ററാണ്. അപ്പോൾ 40 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആണെന്ന് കണ്ടുപിടിക്കാൻ 40 ഗുണം 1000 കാണുക. 40 ഗുണം 1000 എന്ന് പറഞ്ഞാൽ 40,000. 40,000 ലിറ്റർ വെള്ളം കൊള്ളും ഈ ടാങ്കിൽ. ശരിയുത്തരം ഓപ്ഷൻ എ. മനു ബിസിനസ് ആവശ്യത്തിനായി 40,000 രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നത്. എങ്കിൽ 6 മാസം കഴിയുമ്പോൾ കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം? നോക്കുക, ഇവിടെ മനു 40,000 രൂപ വായ്പ എടുക്കുന്നു. ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നത്. 8% പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, ഒരു വർഷം ഈ 40,000 രൂപയുടെ 8% പലിശയായി നൽകണം. ഒരു വർഷം 8% പലിശ നൽകണം. എങ്കിൽ 6 മാസം കഴിയുമ്പോൾ കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ 40,000 രൂപയും അതിൻ്റെ 6 മാസത്തെ പലിശയുമാണ് തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് 40,000 രൂപയുടെ 6 മാസത്തെ പലിശ കണ്ടുപിടിക്കണം. ഓർക്കുക, 40,000 രൂപയുടെ 8% ഒരു വർഷത്തെ പലിശ. അതായത് 40,000 ഗുണം 100 ഒരു വർഷത്തെ പലിശ. 6 മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ പലിശയുടെ പകുതി കൊടുത്തു കഴിഞ്ഞാൽ 6 മാസത്തെ പലിശയാവും. അപ്പോൾ 40,000 ഗുണം 100 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതാണ് 6 മാസത്തെ പലിശ. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 2 പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 400 ഗുണം 8/2 എന്ന് വരും. ഈ 2 കൊണ്ട് 8 ഹരിച്ചാൽ 4. 400 ഗുണം 4
1600 വരും. അതായത് 6 മാസത്തെ പലിശ 1600 രൂപയാണ്. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കേണ്ടത് 40,000-ഉം 1600 രൂപ പലിശയും. അപ്പോൾ 41,600 രൂപയാണ് 6 മാസം കഴിയുമ്പോൾ തിരിച്ചടയ്ക്കേണ്ടത്. ശരിയുത്തരം ഓപ്ഷൻ സി. സുനിലും അനിലും ചേർന്ന് ഒരു ജോലി 6 മണിക്കൂർ കൊണ്ട് തീർക്കും. സുനിൽ തനിച്ച് ആ ജോലി 10 മണിക്കൂർ കൊണ്ട് തീർക്കും എങ്കിൽ അനിലിന് തനിച്ച് ജോലി തീർക്കാൻ എത്ര സമയം വേണം? ഇവിടെ സുനിലും അനിലും ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ജോലി 6 മണിക്കൂർ കൊണ്ട് തീർക്കും. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, സുനിൽ പ്ലസ് അനിൽ സമം 6 എന്ന് എഴുതാം. ദെൻ 6 മണിക്കൂർ കൊണ്ട്. സുനിൽ തനിച്ചാണെങ്കിൽ ആ ജോലി 10 മണിക്കൂർ കൊണ്ട് തീർക്കും. അപ്പോൾ സുനിൽ തനിയെ ആ ജോലി 10 മണിക്കൂർ കൊണ്ട് തീർക്കും. നമുക്ക് അനിൽ തനിയെയാണെങ്കിൽ ആ ജോലി എത്ര മണിക്കൂർ കൊണ്ട് തീർക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, സുനിലും അനിലും കൂടി 6 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്ത് തീർക്കുമെങ്കിൽ അവർ ഇരുവരും കൂടി 1 മണിക്കൂറിൽ ആ ജോലിയുടെ എത്ര ഭാഗമായിരിക്കും ചെയ്തു തീർക്കുക? 6 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്ത് തീരും. അപ്പോൾ 1 മണിക്കൂറിൽ ആ ജോലിയുടെ 1/6 ഭാഗം ചെയ്യും. 6 മണിക്കൂർ കൊണ്ട് അവർ ജോലി ചെയ്ത് തീർക്കുന്നതുകൊണ്ട് 1 മണിക്കൂറിൽ ആ ജോലിയുടെ 1/6 ഭാഗം ചെയ്യുന്നത് കാണാം. അതുപോലെ സുനിൽ തനിയാണെങ്കിൽ 10 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്ത് തീർക്കും. അപ്പോൾ സുനിൽ 1 മണിക്കൂറിൽ ജോലിയുടെ 10 ഭാഗമാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് അനിൽ 1 മണിക്കൂറിൽ ആ ജോലിയുടെ എത്ര ഭാഗം ചെയ്യും എന്ന് കണ്ടുപിടിക്കാം. അതിനായിട്ട് അവർ രണ്ടുപേരും കൂടി ചെയ്യുന്നത് 1/6 ഭാഗമാണ്. സുനിൽ തനിയെ ചെയ്യുന്നത് 10 ഭാഗമാണ്. അപ്പോൾ രണ്ടുപേരും ചെയ്യുന്നതിൽ നിന്നും സുനിൽ തനിയെ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ അനിൽ തനിയെ ചെയ്യുന്നത് എത്രയെന്ന് കണ്ടുപിടിക്കും. അതായത് 6-1 നിന്ന് 10 കുറയ്ക്കുക. ഇത് ഇവിടെ ഭിന്നസംഖ്യ കുറയ്ക്കുന്ന രീതിയിൽ ചെയ്യുക. അതായത് പൊതുവായ ഛേദം എടുക്കണം. അപ്പോൾ ഈ 10 കൊണ്ട് നമുക്ക് 1 ഗുണിക്കാം. 10 കൊണ്ട് 1 ഗുണിച്ചാൽ 10 ന്യൂനം 6 ഗുണം 1 6 ബൈ പൊതുവായ ഛേദമായിട്ട് 6 ഗുണം 10 60. 10 നിന്ന് 6 കുറച്ചാൽ 4. അപ്പോൾ 4/60 എന്ന് വരും. ഈ 4ഉം 60ഉം 4ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് അംശത്തിനെയും ഛേദത്തിനെയും 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 1/15 എന്ന് വരും. അല്ലെങ്കിൽ 15-1. അതായത് അനിൽ തനിയെ 15-1 ഭാഗം ചെയ്യും. 1 മണിക്കൂറിൽ 15 ഭാഗം തീരും. അപ്പോൾ ജോലി ചെയ്ത് തീരാൻ 1 മണിക്കൂറിൻ്റെ 15 ഇരട്ടി സമയം വേണ്ടി വരും. അതായത് 15 മണിക്കൂർ സമയമുണ്ടെങ്കിൽ അനിലിന് ജോലി ചെയ്ത് തീർക്കാൻ പറ്റും. ശരിയുത്തരം ഓപ്ഷൻ ഡി, 15 മണിക്കൂർ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കാണാൻ ഒരു ഷോർട്ട് കട്ട് മെത്തേഡുണ്ട്. അതായത് 2 പേർ ചേർന്ന് എക്സ് മണിക്കൂറുകൾ കൊണ്ടും അതിലൊരാൾ തനിയെ വൈ മണിക്കൂറുകൾ കൊണ്ടും ഒരു ജോലി ചെയ്ത് തീർക്കുമെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് തനിയെ ആ ജോലി ചെയ്ത് തീർക്കാൻ XY/Y-X മണിക്കൂറുകൾ ആവശ്യമാണ്. ഓർക്കുക, 2 പേർ ചേർന്ന് എക്സ് മണിക്കൂറുകൾ കൊണ്ടും അതിലൊരാൾ തനിയെ വൈ മണിക്കൂറുകൾ കൊണ്ടും ഒരു ജോലി ചെയ്ത് തീർക്കുമെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് തനിയെ ആ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട സമയം XY/Y-X മണിക്കൂറുകളാണ്. അപ്പോൾ ഇവിടെ 2 പേർ ചേർന്ന് 6 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്ത് തീരും. അതായത് എക്സിന് 6 എന്ന് കൊടുക്കുക. അതിലൊരാൾ സുനിൽ തനിയെ ജോലി ചെയ്ത് തീർക്കാൻ 10 മണിക്കൂർ വേണം. അപ്പോൾ വൈക്ക് 10 എന്നും കൊടുക്കാം. അപ്പോൾ അനിലിന് തനിയെ ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട സമയം കണ്ടുപിടിക്കാനായിട്ട് ഈ എക്സ്പ്രഷനകത്ത് എക്സിന് 6 എന്നും വൈക്ക് 10 എന്നും കൊടുക്കാം. അപ്പോൾ 6 ഗുണം 10 ബൈ 10 മൈനസ് 6 എന്ന് വരും. 10 മൈനസ് 6 4. 60നെ 4 കൊണ്ട് ഹരിക്കുക. 60നെ 4 കൊണ്ട് ഹരിച്ചാൽ 15 എന്ന് കിട്ടും. അപ്പോൾ 15 മണിക്കൂർ കൊണ്ട് അനിൽ തനിയെ ആ ജോലി ചെയ്ത് തീരും. ശരിയുത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്. ഈ മണിക്കൂറുകൾക്ക് പകരം ദിവസങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്കിതേ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഒരു സമാന്തര ശ്രേണിയുടെ 3-ാം പദം 34, 6-ാം പദം 67 ആയാൽ ആദ്യ പദം ഏത്? ഒരു സമാന്തര ശ്രേണിയുടെ 3-ാം പദം 34 എന്ന് നൽകിയിരിക്കുന്നു. 6-ാം പദം 67. നമുക്ക് 1-ാം പദം A1 അല്ലെങ്കിൽ എഫ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. അപ്പോൾ ഈ 3-ാം പദവും 6-ാം പദവും ഒക്കെ തരുമ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗ്ഗം ഉപയോഗിക്കാം. അതായത് പൊതുവ്യത്യാസത്തിനെ ഡി കൊണ്ട് സൂചിപ്പിക്കുന്നു. പദങ്ങളുടെ വ്യത്യാസത്തെ പദസ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ പൊതുവ്യത്യാസം കിട്ടും. ഇവിടെ പദങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരു പദം 67ഉം ഒരു പദം 34ഉമാണ്. 67-ൽ നിന്ന് 34 കുറയ്ക്കുക. ഇനി അവയുടെ സ്ഥാനങ്ങൾ ഇതേ ക്രമത്തിൽ തന്നെ എഴുതണം. നമ്മൾ 6-ാം പദത്തിൽ നിന്ന് 3-ാം പദമാണ് കുറയ്ക്കുന്നത്. അപ്പോൾ സ്ഥാനങ്ങൾ 6 - 3 എന്ന് എഴുതുക. 67-ൽ നിന്ന് 34 കുറച്ചാൽ 33 കിട്ടും. 6-ൽ നിന്ന് 3 കുറച്ചാൽ 3. 33നെ 3 കൊണ്ട് ഹരിച്ചാൽ 11.
അപ്പോൾ പൊതുവ്യത്യാസം 11. ഇനി നമുക്ക് ഒന്നാം പദം കണ്ടുപിടിക്കണം. ഓർക്കുക, മൂന്നാം പദം എന്ന് പറഞ്ഞാൽ ഒന്നാം പദത്തിനോടൊപ്പം 2 തവണ പൊതുവ്യത്യാസം കൂട്ടുന്നതാണ്. മൂന്നാം പദം എന്നാൽ ഒന്നാം പദത്തിൻ്റെ കൂടെ 2 തവണ പൊതുവ്യത്യാസം കൂട്ടുന്നതാണ്. അപ്പോൾ നമുക്കിതിലെ മൂന്നാം പദം അറിയാം, പൊതുവ്യത്യാസം അറിയാം. അതുകൊണ്ട് ഒന്നാം പദം കാണുന്നതിനായിട്ട് മൂന്നാം പദത്തിൽ നിന്നും 2 തവണ പൊതുവ്യത്യാസം കുറച്ചാൽ മതി. മൂന്നാം പദം 34. അതിൽ നിന്നും 2 × 11 കുറയ്ക്കുക. അതായത് 34-ൽ നിന്ന് 22 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 12 കിട്ടും. അതായത് ആദ്യ പദം 12. ശരി ഉത്തരം ഓപ്ഷൻ ബി. 3 സഹോദരന്മാരുടെ വയസ്സുകൾ 3:5:7 എന്ന അംശബന്ധത്തിലാണ്. അവരുടെ ആകെ പ്രായം 90 ആണെങ്കിൽ ഇളയ സഹോദരൻ്റെ പ്രായം എത്ര? ഇവിടെ ഈ സഹോദരന്മാരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം നൽകിയിട്ടുണ്ട് 3:5:7. കൂടാതെ ഇവരുടെ ആകെ പ്രായം, അതായത് ഇവരുടെ വയസ്സുകളുടെ തുക 90 എന്ന് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇളയ സഹോദരൻ്റെ പ്രായം കണ്ടുപിടിക്കണം. വയസ്സുകളുടെ അംശബന്ധം 3:5:7 ആയതുകൊണ്ട് നമുക്ക് അവരുടെ വയസ്സുകൾ 3x, 5x, 7x എന്നെടുക്കാം. 3x, 5x, 7x. അങ്ങനെയെങ്കിൽ വയസ്സുകളുടെ തുക നൽകിയിട്ടുണ്ടല്ലോ 90. അപ്പോൾ നമുക്കിത് മൂന്നും കൂടെ കൂട്ടി നമുക്ക് തുക കണ്ടുപിടിക്കാം. 3x, 5x, 7x കൂടെ കൂട്ടുക. 3x + 5x + 7x, ഇത് 15x എന്ന് വരും. ഈ 15x = 90 എന്ന് എടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാം. 90നെ 15 കൊണ്ട് ഹരിച്ചാൽ മതി. 90നെ 15 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 6 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇളയ സഹോദരൻ്റെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, 3x, 5x, 7x, ഇതിലേറ്റവും കുറഞ്ഞത് 3x ആണ്. അപ്പോൾ ഇളയ സഹോദരൻ്റെ പ്രായം 3x ആണ്. ആ 3xനകത്ത് എക്സിന് പകരം 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇളയ സഹോദരൻ്റെ പ്രായം കിട്ടും. അതായത് 3 × 6, 18 വയസ്സാണ് ഇളയ ആളുടെ പ്രായം. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഈ ചോദ്യം തന്നെ നമുക്ക് എക്സ് ഉപയോഗിക്കാതെ കുറച്ചുകൂടി വേഗത്തിൽ കണ്ടുപിടിക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നോക്കുക, ഇത് മൂന്നും കൂടെ കൂട്ടുക. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 3, 5, 7 ഇതാണ് അംശബന്ധം നൽകിയിരിക്കുന്നത്. 3:5:7. ഈ 3 അക്കങ്ങളും കൂടെ കൂട്ടുക. അപ്പോൾ 7, 5, 12, 3, 15 എന്ന് കിട്ടും. അക്കങ്ങളുടെ തുക 15 ആണ്. ഇതിൽ ഇളയ സഹോദരൻ്റെ പ്രായമാണ് കാണേണ്ടത്. അപ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ 3 എടുക്കുക. 15-ൽ 3 എന്ന ഭിന്നസംഖ്യ എഴുതുക. നമ്മുടെ തുക 90 ആണ്. അപ്പോൾ 90ൻ്റെ 15-ൽ 3 ഭാഗം കണ്ടാൽ ഇളയ സഹോദരൻ്റെ പ്രായം കിട്ടും. അത് കാണുന്നതിനായിട്ട് 90നെ 15-ൽ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 90 × 15-ൽ 3. നമുക്ക് 90നെ 15 കൊണ്ട് ഹരിച്ചാൽ 6 കിട്ടും. അപ്പോൾ 6 × 3 18 വയസ്സ്. ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതായത് ചെയ്യേണ്ടതേ ഉള്ളൂ, ഈ 3 സംഖ്യകളൂടെ കൂട്ടുക. അപ്പോൾ 5, 3, 8, 7, 15. 15 എന്ന് കിട്ടും. ഇതിലെ ഏറ്റവും ഇളയ സഹോദരൻ്റെ പ്രായം കണ്ടുകൊണ്ട് ഏറ്റവും ചെറിയ സംഖ്യ എടുക്കുക, 3. അപ്പോൾ 15-ൽ 3 എന്നൊരു ഭിന്നസംഖ്യ എഴുതുക. ആകെ തുക 90 ആണ്. ആ 90ൻ്റെ 15-ൽ 3 ഭാഗം കണ്ടാൽ മതി. നമുക്ക് ഇളയ സഹോദരൻ്റെ പ്രായം കിട്ടും. അതാണ് നമ്മളിവിടെ ചെയ്തത്. 9-ൽ 5 × 9-ൽ 5 ന്യൂനം 9-ൽ 4 × 9-ൽ 4 ഡിവൈഡഡ് ബൈ 9-ൽ 5 - 9-ൽ 4 സമൻ ഡാഷ്. അപ്പോൾ ഇവിടെ ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കാനുണ്ട്, കുറയ്ക്കാനുണ്ട്, ഹരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിയയുടെ, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകത മൂലം ഇത് ഭിന്നസംഖ്യകളുടെ ഗുണനം എന്നുള്ള രീതിയിൽ ചെയ്യുന്നതിലും എളുപ്പം നമുക്കൊരു സർവ്വസമവാക്യം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. നോക്കുക, 9-ൽ 5 × 9-ൽ 5 ഒരു സംഖ്യ അതുകൊണ്ട് തന്നെ ഗുണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വർഗ്ഗമാണ് കിട്ടുക എന്നറിയാമല്ലോ. അപ്പോൾ നമുക്കിതിനെ ചുരുക്കി 9-ൽ 5 സ്ക്വയർ എന്ന് എഴുതാം. ന്യൂനം ഇവിടെ 9-ൽ 4 × 9-ൽ 4 ആണ്. അത് 9-ൽ 4ൻ്റെ സ്ക്വയറാണ്. ബൈ 9-ൽ 5 - 9-ൽ 4 എന്ന് വരും. ഇനി നോക്കുക, 9-ൽ 5നെ എക്സ് എന്നും 9-ൽ 5ന് പകരം എക്സ് എന്നും 9-ൽ 4നെ വൈ എന്നും സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യൂമറേറ്റർ എന്ത് വരും? x² - y² എന്നുള്ള രൂപത്തിലാവും. ബൈ ഡിനോമിനേറ്ററോ x - y എന്നുള്ള രൂപത്തിലാവും. ഓർക്കുക, x² - y² സമം x + y × x - y ആണ്. x² - y² സമം x + y × x - y ആണ്. x - y ഡിവൈഡഡ് ബൈ x - y വരും. അപ്പോൾ ഈ x - y ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉണ്ട്, ക്യാൻസൽ ചെയ്യുക. പോയിട്ട് x + y എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഇതിൻ്റെ ഉത്തരം എത്ര വരും? x + y. എക്സിൻ്റെ സ്ഥാനത്ത് 9-ൽ 5. അപ്പോൾ ഇത് 9-ൽ 5 + 9-ൽ 4 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. 9-ൽ 5 + 9-ൽ 4.
ഇനി നോക്കുക, 9-5 9-4 കൂട്ടാൻ വളരെ എളുപ്പമാണ്. കാരണം രണ്ടിടത്തും ഛേദം 9 തന്നെയാണ്. അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. 5-4 9, അതായത് 9/9 എന്ന് തന്നെ വരും, അതായത് 1. ഉത്തരം 1 ശരിയുത്തരം ഓപ്ഷൻ എ. ഒരു ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വിജയിച്ച കുട്ടികളിൽ അരുണിൻ്റെ റാങ്ക് മുകളിൽ നിന്ന് 15-ാമതും താഴെ നിന്ന് 30-ാമതുമാണ്. 7 കുട്ടികൾ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്തു. എങ്കിൽ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം എത്ര? ഇവിടെ പരീക്ഷയ്ക്ക് വിജയിച്ച കുട്ടികളിൽ അരുണിൻ്റെ റാങ്ക് മുകളിൽ നിന്ന് 15-ാമതും താഴെ നിന്ന് 30-ാമതുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിജയിച്ച കുട്ടികളുടെ എണ്ണം കാണുന്നതിനായിട്ട് ഈ ഒരാളുടെ തന്നെ മുകളിൽ നിന്നും താഴെ നിന്നുമുള്ള റാങ്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് മുകളിൽ നിന്നും താഴെ നിന്നുമുള്ള റാങ്കുകൾ കൂട്ടി അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ വിജയിച്ച കുട്ടികളുടെ ആകെ എണ്ണം കിട്ടും. അതായത് മുകളിൽ നിന്നുള്ള റാങ്ക് 15-ഉം താഴെ നിന്നുള്ള റാങ്ക് 30-ഉമാണ്. ഇത് രണ്ടും കൂടെ കൂട്ടി ഇതിൽ നിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് വിജയിച്ചവരുടെ എണ്ണം കിട്ടും. 30-ഉം 15-ഉം 45, 45-ൽ നിന്ന് 1 കുറച്ചാൽ 44. അപ്പോൾ 44 കുട്ടികൾ പരീക്ഷയ്ക്ക് വിജയിച്ചു. ഇനി 7 കുട്ടികൾ പരീക്ഷ എഴുതാതിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും വിജയിച്ച് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പരാജയപ്പെട്ടവരുടെ കാര്യം ഇവിടെ പറയുന്നില്ല. അപ്പോൾ പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണമാണ് ഈ 44 എന്ന് നമുക്ക് എടുക്കാം. 7 പേര് പരീക്ഷ എഴുതാതിരുന്നു. അപ്പോൾ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം കിട്ടാൻ 44-നോട് കൂടി 7-ഉം കൂടെ കൂട്ടുക. 44 7 51. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി 51. 3 + 7 × 6 ന്യൂനം 4 × 4 + 6 = ഡാഷ്. അപ്പോൾ നോക്കുക, ഇവിടെ രണ്ടിടത്ത് ബ്രാക്കറ്റ് ഉണ്ട്. ആ ബ്രാക്കറ്റിനുള്ളിലുള്ള ക്രിയ ആദ്യം നമ്മൾ ചെയ്യണം. അപ്പോൾ 3 7 കൂടെ കൂട്ടുക. അപ്പോൾ 10 എന്ന് വരും. 10 × 6 ന്യൂനം 4 × ഇവിടെ നോക്കുക 4 + 6. 4 + 6 10 തന്നെ. ഇനി നമ്മൾ ഗുണനത്തിന് വേണം മുൻഗണന കൊടുക്കാൻ. അപ്പോൾ 10 6 60 ന്യൂനം 4 10 40. 60-ൽ നിന്ന് 40 കുറച്ചാൽ 20. അപ്പോൾ ഉത്തരം 20 ശരിയുത്തരം ഓപ്ഷൻ സി. യു വിയുടെ സഹോദരനാണ്. ഡബ്ല്യു യുവിൻ്റെ സഹോദരിയാണ്. എക്സ് ഡബ്ല്യുവിൻ്റെ പുത്രനാണ്. എക്സിന് വിയോടുള്ള ബന്ധം എന്താണ്? ഇവിടെ യു വിയുടെ സഹോദരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് യുവും വിയും സഹോദരങ്ങളാണ്. ഡബ്ല്യു യുവിൻ്റെ സഹോദരിയാണ്. അപ്പോൾ ഇവരുടെ തന്നെ അടുത്തൊരു സഹോദരിയാണ് ഡബ്ല്യു. അപ്പോൾ യു വി ഡബ്ല്യു ഇവർ 3 പേരും സഹോദരങ്ങളാണ്. എക്സ് ഡബ്ല്യുവിൻ്റെ പുത്രനാണ്. ഡബ്ല്യുവിൻ്റെ പുത്രനാണ് എക്സ്. അങ്ങനെയെങ്കിൽ എക്സിന് വിയോടുള്ള ബന്ധം എന്താണ്? അപ്പോൾ യുവിൻ്റെ സഹോദരിയാണ് ഡബ്ല്യു എന്ന് പറഞ്ഞു. അതുപോലെ വിയുടെ സഹോദരനാണ് യു. അതായത് യു വി ഡബ്ല്യു ഇവർ സഹോദരങ്ങളാണ്. അതിൽ ഡബ്ല്യുവിൻ്റെ പുത്രനാണ് എക്സ്. അപ്പോൾ എക്സിന് വിയോടുള്ള ബന്ധമാണ് വേണ്ടത്. അപ്പോൾ വിയുടെ സഹോദരിയുടെ പുത്രനാണ് എക്സ്. വിയുടെ സഹോദരിയുടെ പുത്രൻ. സഹോദരിയുടെ പുത്രനെ നമ്മൾ അനന്തരവൻ എന്ന് ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ഡി അനന്തരവനാണ്.